പേഴ്സണലി ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം 2011 ഞങ്ങൾ NIA ഞാൻ ആ സമയത്ത് NIA ഉണ്ടായിരുന്നു. അവർ ചാർജ് ഷീറ്റ് ചെയ്തായിരുന്നു ഒരു ലാർജർ കോൺസ്പിറസി ഇൻക്ലൂഡിങ് മുംബൈ കേട്ടോ. മുംബൈ അറ്റാക്ക് സഹിതം പിന്നെ ഇയാളുടെ വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചാർജ് ഷീറ്റ് ചെയ്തു. ചാർജ് ഷീറ്റ് ചെയ്ത ശേഷം പിന്നെ ഇപ്പോൾ 14 വർഷം ഒരു ഇയാളെ എക്സ്ട്രാഡൈറ്റ് ചെയ്യാൻ വേണ്ടി 14 വർഷം പിടിച്ചു. പക്ഷേ എക്സ്ട്രാഡൈഷൻ ആയില്ലോ, ഇപ്പോൾ ആളെ കിട്ടി. ഇതുവരെ നമുക്ക് ആക്ച്വലി ഇതുവരെ താഹൂർ റാണയ്ക്ക് ആക്സസ് ഇതുവരെ ആർക്ക് കിട്ടിയിട്ടില്ല. ഇന്ത്യൻ ഇൻവെസ്റ്റിഗേറ്റർ ഓർ ഇന്ത്യൻ ഓഫീസർക്ക് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഇപ്പോൾ കിട്ടാൻ പോകുന്നുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്ത ശേഷം കുറേ വിവരങ്ങൾ ഇതുവരെ നമുക്ക് അറിയില്ലാത്ത വിവരങ്ങളെ കുറിച്ചുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇയാളെ കൊച്ചിയിലേക്ക് വന്നായിരുന്നു. കൊച്ചിയിൽ പോയി ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഈ മെറിൻ ഡ്രൈവിലാണ് താമസിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വാർത്ത ഉണ്ടായിരുന്നു ഇവർ എന്തെങ്കിലും റെക്കി ചെയ്തിട്ടുണ്ടോ ഇവിടെ. കാരണം കൊച്ചി വളരെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. നേവൽ സദർൺ നേവൽ കമാൻഡ് ഉണ്ട്, മറ്റേ വളരെ ഇമ്പോർട്ടൻ്റ് ഇൻസ്റ്റലേഷൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് അറിയില്ല. ആ സമയത്ത് എന്നെ ആൾക്കാർ ഒരുപാട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ റാണയ്ക്ക് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചോദ്യങ്ങൾ ഇപ്പോൾ ഏജൻസികൾ ചോദിച്ചിട്ട് മനസ്സിലാക്കിയ ശേഷം പിന്നെ വെരിഫൈ ചെയ്യും. ഇതിൽ എനിക്ക് മാത്രം ഒരു എനിക്കൊരു സംശയം മാത്രമേ ഇതിൽ വേറെ ആക്ടേഴ്സ് ഉണ്ടോ? ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ പല സ്ഥലങ്ങളിലേക്ക് ഇയാൾ പോയില്ല. ബോംബെയിൽ പോയി, അവിടെ പോയി, ഡൽഹിയിൽ പോയി, അവിടെ പോയി. അപ്പോൾ അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഫിനാൻസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഈ ഫിനാൻസിങ് ദ ടെറർ ഓൾസോ ഈസ് ദയർ. ഓഫ് കോഴ്സ് ഹീ ഈസ് വെരി റിച്ച്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഓൾ അൺആൻസർഡ് ക്വസ്റ്റ്യൻസ് ആർ ദയർ. അതിലെ മറുപടികൾ നമുക്ക് ഇപ്പോൾ കിട്ടാൻ ഒരു ലഭ്യമാക്കാൻ ആക്ച്വലി സാധ്യത കൂടിയിട്ടുണ്ട് ഈ എക്സ്ട്രാഡിഷനിൽ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റ്ക്ക് ഞാൻ കോംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം ഇത് വളരെ ഒരു ഡിഫിക്കൾട്ട് ടാസ്ക് ആയിരുന്നു ടു ഗെറ്റ് ദിസ്. കാരണം ലീഗലി അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തായിരുന്നു US കോടതിയിൽ. പക്ഷേ ഞങ്ങളുടെ വക്കീൽമാരെ നമ്മുടെ കൗൺസിൽ വളരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് അവർ ജയിച്ചു. അപ്പോൾ ദാറ്റ് ഈസ് എ അച്ചീവ്മെൻറ്റ് ഫോർ ഇന്ത്യ. അപ്പോൾ ഇയാൾ വന്നിട്ട് നോക്കാം. പിന്നെ എന്തെങ്കിലും ഇയാളുടെ ഇൻട്രോഗേഷന് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ നല്ല രീതിയിൽ കോൺസ്പിറസിക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇയാളുടെ ഇപ്പോൾ 2 ട്രയൽ ഉണ്ടാകും. ഒരെണ്ണം ഡൽഹിയിൽ, ഒരെണ്ണം മുംബൈയിൽ. ചിലപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാണെങ്കിൽ രണ്ടൊക്കെ ഒരെണ്ണമാക്കാം. പക്ഷേ ഇപ്പോൾ 2 ജുറിസ്ഡിക്ഷനിൽ ചാർജ് ഉണ്ട്. അതെ, ആ സമയത്ത് ചാർജ് കൊടുക്കുമ്പോൾ റാണയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? റാണയ്ക്ക് എത്തിയതാണ് നമുക്ക് കുറച്ച് റെക്കോർഡ് ടെലിഫോൺ മറ്റേ കാര്യങ്ങളോട് ഉണ്ടായിരുന്നു. പക്ഷേ മെയിനായിട്ട് ഇവരുടെ റോൾ എക്സ്പോസ് ചെയ്തു ഹെഡ്ലി. അപ്പോൾ ഹെഡ്ലിയുടെ ഇൻട്രോഗേഷൻ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ, നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ മതി. അതിൽ റാണ എന്താ ചെയ്തിട്ടുണ്ടോ അയാളെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാകണം. US കോടതിയിലെ ഹെഡ്ലി റാണാനെ എതിരായിട്ട് പറഞ്ഞു. ഇയാൾ ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് റാണയുടെ വേറെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. ഹെഡ്ലി എന്നെ മിസ്ലീഡ് ചെയ്തു ആ രീതിയിലാണ് പറഞ്ഞു കോടതിയിൽ. പക്ഷെ അതിലൊരു ഇല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ ഈ ഡെൻമാർക്ക് അറ്റാക്ക് കേസിൽ അവർക്ക് കൺവിക്ഷനായി 14 വർഷം ഒരു ശിക്ഷ അവർ കൊടുത്തു. പക്ഷെ മുംബൈ കേസിൽ അവർക്ക് അക്യൂറ്റ് ചെയ്തു. കാരണം ആ സമയത്ത് അവിടെ അമേരിക്കൻ ഇൻവെസ്റ്റിഗേറ്റർ കയ്യിൽ അത്ര എവിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ഇപ്പോൾ എവിഡൻസ് ഉണ്ടോ, ഐ ആം ഷ്യൂർ ദാറ്റ് ഹി വിൽ ഗെറ്റ് എ ഗുഡ് പണിഷ്മെന്റ്. കൊച്ചിയിൽ വരെ വന്നിരുന്നു. അപ്പോൾ അത് എന്തിനായിരുന്നു? അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത ഇയാളെ ഇവിടെ എത്തുന്നതോടുകൂടി വരില്ലേ? ഇയാളൊരു കമ്പനി ഓപ്പൺ ചെയ്തു. ഇയാളുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ഷിക്കാഗോയിൽ, വേൾഡ് ഇമിഗ്രേഷൻ എന്ന ഒരു പേര് ഉണ്ടായിരുന്നു.
ഇയാളെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ റിക്രൂട്ട് ചെയ്തിട്ട് വിദേശത്തിലേക്ക് അയക്കും. അതുകൊണ്ട് ഇയാളെ ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാരെ ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി പറയാൻ ഇതാണ് ഫസ്റ്റ് പറഞ്ഞു. പക്ഷേ എത്ര മാത്രം നമുക്ക് അറിയാം. പക്ഷേ ആൾക്ക് നമുക്ക് കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഇയാളെ പറ്റി നിങ്ങൾ എന്തിനു വന്നു, ആരൊക്കെ. ഈ ഒരു ക്രോസ് വെരിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പം ഉണ്ടാകും. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരികയും ചെയ്യും. അതെ, അതിലൊരു അല്ല അവരെ ഈ ഹെഡ്ലിയുടെ സ്റ്റേറ്റ്മെന്റിലുണ്ടോ കുംഭമേളയിലെ പിന്നെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവരുടെ എന്താ ഉണ്ടോ എനിക്ക് അതിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ മെയിൻ ഹാൻഡിക്യാപ്പാണ് ഞങ്ങൾ ഇതുവരെ ഇൻട്രോഗേറ്റ് അവർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നു നമുക്ക് കാര്യങ്ങൾ നേരെ ആക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ മനസ്സിലൊത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് ബോംബെ അറ്റാക്കിൽ ഇല്ലേ, എല്ലാവർക്കും ഉണ്ടോ ഇന്ത്യയിൽ. ഈ കാര്യങ്ങളെ ഇയാളെ ക്ലാരിഫൈ ചെയ്യും. 14 വർഷത്തിന് ശേഷമാണല്ലോ ചാർജ് കൊടുത്ത് 14 വർഷത്തിന് ശേഷമാണ് ഇൻട്രോഗേഷൻ അടക്കം നടക്കാൻ പോകുന്നത്. അതിലെന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാൻ അതേ ചില സമയത്ത് ഇതൊരു ചാലഞ്ചാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ്ക്ക് പല മെത്തഡോളജി ഉപയോഗിച്ചിട്ട് അവർക്ക് ചോദ്യം ചെയ്യാൻ ഒരു പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറേ ഈസിയാണ്. ഒരു സൈഡ് ഈസി മാത്രം കാരണം ഒരുപാട് ഇൻഫർമേഷൻ ഇവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ 14 വർഷം അകത്തെ. സോ അവർക്ക് കോൺഫ്രണ്ട് ചെയ്യാൻ ഈസി ആവും. പക്ഷേ ഈ ആൾക്ക് ഓൾസോ അറിയാം എങ്ങനെ അവർക്ക് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം. അത് ഇൻവെസ്റ്റിഗേറ്റർ സ്മാർട്ടാണെങ്കിൽ എല്ലാം കിട്ടും. ഇൻവെസ്റ്റിഗേറ്റർക്ക് ആളെ സ്മാർട്ടാണെങ്കിൽ അതൊന്നും കിട്ടില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആർ വെരി ഗുഡ്, ദേ ആർ വെരി പ്രൊഫഷണൽ പീപ്പിൾ. എൻഐയിൽ ഉള്ള ഓഫീസേഴ്സ്മാരെ ബാക്കി ഏജൻസിയിലെ ഉള്ള ഓഫീസേഴ്സ്മാർക്ക് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ദേ ആർ വെരി കോമ്പിറ്റന്റ് ഫെലോസ്, ദേ വിൽ ഡു ഇറ്റ്. സാർ ഈ ഇൻവെസ്റ്റിഗേഷൻ ഹെഡ് ചെയ്ത സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ? ആ സമയത്ത് എന്താ പറഞ്ഞിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ഹെഡ് ചെയ്ത ഒരു സമയത്ത് ആ ടൈമിൽ ഉണ്ടായിരുന്ന ആളിലേക്ക് എത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെ ആക്ച്വലി സമയത്ത് വെൻ ദേ ആർ ഇൻ ഫോറിൻ ജുറിസ്ഡിക്ഷൻ നിങ്ങൾ നേരെ പോയിട്ട് അവർക്ക് ചോദിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഒരുപാട് പ്രോസസ്സ് വേണം. നമുക്ക് ഒരുപാട് ശ്രമിച്ചിട്ട് നമുക്ക് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് കിട്ടി. അത് ഞങ്ങൾ പോയി ഒന്ന് ചോദ്യം ചെയ്തു. വളരെ 9 days ഇൻട്രോഗേറ്റഡ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റാണയ്ക്ക് ആക്സസ് കിട്ടിയിട്ടില്ല. റാണയ്ക്ക് വേണ്ടി അവർക്ക് സമയത്ത് കിട്ടിയിട്ടില്ലായിരുന്നു. അതാണ് ബാക്കി കാര്യം. അന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായക ഘട്ടത്തിലായിരുന്നു. അതിനുശേഷം ഇവിടേക്ക് ആളെ എത്തിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല ഞാനത് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ ഇയാൾ വന്ന ശേഷം കുറെ കാര്യങ്ങളുടെ വ്യക്തത ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാകും. അതിൽ ഒരു ക്ലാരിറ്റി വരും. പിന്നെ കുറച്ച് പുതിയ ഇൻഫർമേഷൻ വരാൻ സാധ്യത ഉണ്ടോ? ദാറ്റ് ഈസ് മൈ ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ പറയുന്നത്. ആസ് എ ഇൻവെസ്റ്റിഗേറ്റർ ഐ വുഡ് എക്സ്പെക്ട് ദാറ്റ് സം ന്യൂ ഫാക്ട്സ് ഓൾസോ കം അപ്പ്. New players should come up. Some new names should come up. അന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ് ചോദ്യം ചെയ്തപ്പോൾ തഹാവൂർ ഹുസൈൻ റാണയുടെ വേറെ കുറച്ച് അത്തരം കാര്യങ്ങളൊക്കെ അത് ഉണ്ടല്ലോ, റിപ്പോർട്ടിലുണ്ട്. ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് അവർക്ക് അറസ്റ്റ് ചെയ്തത്. ഹി വാസ് അറസ്റ്റഡ് ഇൻ 2009. ഹി വാസ് ഓൾസോ അറസ്റ്റഡ്. 2009 this fellow Headley was arrested by FBI. Rana was also arrested by FBI. സാർ, ഇദ്ദേഹം കൊച്ചിയിൽ വന്ന് താമസിച്ചു എന്നത് സംബന്ധിച്ച് ഇവിടെ താജിൽ താമസിച്ചു ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം കുറച്ച് നാൾക്ക് മുൻപ് എന്നെ സംബന്ധിച്ചുള്ള അന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് അത്ര ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്തു. ഇത്ര മാത്രം അറിയാം, ബാക്കി കാര്യങ്ങൾ അറിയില്ല. അല്ലല്ല, ഇയാളെ പിന്നെ റിക്രൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഇമിഗ്രേഷൻ സർവീസ് ആണല്ലോ. എനിക്കറിയില്ല. അത് ഇപ്പൊ കിട്ടിയ ശേഷം മാത്രം മനസ്സിലാവും. ഒന്നും അറിയില്ല. അതെ, അതുകൊണ്ട് ആക്ച്വലി സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പേഴ്സൺ ഷുഡ് ബി ദെയർ. ആ പേഴ്സൺ ഇപ്പോൾ വന്നു. അപ്പോൾ വന്ന ശേഷം അപ്പോൾ ഈ കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ നമുക്ക് കിട്ടും. പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചാൽ മതി. ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ ഇവിടെ നേരിട്ടുള്ള ചോദ്യം
പ്രാധാന്യമുണ്ട്, മറ്റു കാര്യങ്ങൾ ഏതൊക്കെ അറിയാൻ കഴിയും? അവരുടെ മെയിൻ പ്രധാന പല ഇൻസ്റ്റലേഷൻസുകൾക്ക് അറ്റാക്ക് ചെയ്യാനായിരുന്നു. അതാണ് ഹെഡ്ലി തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഹെഡ്ലിയുടെ ഒരു ഷാഡോ ആണോ റാണ, ഓർ റാണയുടെ ഷാഡോ ആണോ ഹെഡ്ലി, ഈ രണ്ടുപേരെ ഒരുമിച്ച് തന്നെയാണ്. കാരണം ഹൺഡ്രഡ്സ് ഓഫ് കോൾസ് ദേ യൂസ് ടു മേക്ക് എല്ലാ സമയത്തെ. അപ്പോൾ പുള്ളി എന്തെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്യൂ, റാണയ്ക്ക് പറയും. പക്ഷേ ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. ആ കാര്യങ്ങൾ ഹെഡ്ലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലേക്ക് പോയി ഹെഡ്ലി, പുഷ്കർ, NDC, ഈ കാര്യങ്ങൾ പിന്നെ പോയി. അപ്പോൾ ഇയാളെ ഇതിൽ വെദർ റാണ ന്യൂ ഇറ്റ് ഓർ റാണ വാസ് ടെലിംഗ് ഹിം ടു ഗോ, നമുക്ക് പിടിയില്ലല്ലോ. യാർ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പോയി വരും. ഹി ഈസ് ഹാവിങ് എ കനഡിയൻ പാസ്പോർട്ട്, നോ? സോ നമുക്ക് സംശയിക്കാൻ ഇതാണ്. ഇതിന്റെ കോൺസ്പിറസി ലെവൽ എത്രത്തോളം ഉണ്ട്? മുംബൈ ഭീകരാക്രമണത്തിന്റെ മനസ്സിലായില്ല. ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ കോൺസ്പിറസി ഉണ്ടല്ലോ, അത് എത്ര നാൾക്ക് മുൻപ് തുടങ്ങിയ കോൺസ്പിറസി ആണെന്നാണ് നമുക്ക് അതില് അതൊരു എങ്ങനെ പറയാം, ആക്ച്വലി ആക്റ്റീവായിട്ട് അവർക്ക് 1 വർഷം പിടിച്ചു, ടോട്ടൽ 1 ഇയർ. ബട്ട് അതിന് മുമ്പ് എനിക്ക് വിശ്വാസമാണ് അതിന് മുമ്പായിരിക്കും. ഇത്ര വലിയ അറ്റാക്കാണല്ലോ, കാരണം അവർ ട്രെയിനിങ് ചെയ്തു ഈ കാര്യം. നിങ്ങളെല്ലാം ഇതിൽ നിങ്ങളൊരു ഹെഡ്ലിയുടെ ഇൻട്രോഗേഷൻ റിപ്പോർട്ട് വായിക്കണം, അതിലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉണ്ട്.